നേർക്കൊണ്ട പാർവൈ. വിശ്വാസം എന്ന തമിഴ് ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം തല അജിത്തിന്റെ ചിത്രം. ധീരൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രം. അമിതാഭ് ബച്ചൻ ഗസ്റ്റ് റോളിൽ എത്തിയ ഒട്ടേറെ നിരൂപക പ്രശംസ ഏറ്റുവാങ്ങിയ ഹിന്ദി ചിത്രം പിങ്കിന്റെ റീമേക്ക്. എന്നാൽ അജിത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മാറ്റിയ തിരക്കഥ. യുവൻ ശങ്കർ രാജയുടെ മനോഹരമായ ഗാനങ്ങൾ, അജിത്ത് വിദ്യാബാലൻ കോമ്പിനേഷൻ. സർവോപരി അജിത് കുമാറിലെ നടനെ വീണ്ടും കാണാൻ ഉള്ള ആഗ്രഹവും കാരണം ആദ്യ ദിനം തന്നെ ചിത്രത്തിന് കയറി. ആദ്യമേ പറയാം, പിങ്ക് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ചിത്രമായി നേർക്കൊണ്ട പാർവയെ സമീപിക്കാൻ കഴിഞ്ഞു. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് ആദ്യമേ തന്നെ ചിത്രം കടക്കുന്നു. മീര കൃഷ്ണൻ, ഫമില, ആൻഡ്രിയ എന്നിവർ സുഹൃത്തുക്കളാണ്. ഡാൻസും മോഡലിംഗും ഒക്കെയായി നടക്കുന്ന റൂംമേറ്റ്സ്. ഇവരുടെ ജീവിതത്തിലേക്ക് മാനസിക രോഗങ്ങളുള്ള ബാറി സുബ്രഹ്മണ്യം എന്ന വക്കീൽ കഥാപാത്രമായി അജിത് കടന്നു വരികയാണ്. ഒരു രാത്രിയിൽ ഈ മൂവർ സംഘം ഒരു റാപ്പ് അറ്റംപ്റ്റിന് ഇരയാകുന്നു. തുടർന്ന് നമ്മുടെ സമൂഹം അവരെ എങ്ങനെ കാണുന്നു എന്നതും പരിഗണിക്കുന്നു എന്നതും ചിത്രം തുറന്നു കാട്ടുന്നു. പതിഞ്ഞ താളത്തിൽ എന്നാൽ ഉദ്വേഗത്തോടെ ചിത്രം മുന്നോട്ട് നീങ്ങി. ഇന്റർവെല്ലിന് മുമ്പ് വരുന്ന ചേസും വളരെ ദൈർഘ്യമേറിയ ഫൈറ്റ് സീനും അജിത് ആരാധകരെ ആവേശം കൊള്ളിക്കുന്നുണ്ട്. രണ്ടാം പകുതിയിൽ ചിത്രം ഒരു കോർട്ട് റൂം ഡ്രാമയായി മാറുന്നു. വളരെയധികം സാമൂഹിക പ്രതിബദ്ധതകളുള്ളതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ ഏറെ ഗൗരവമുള്ള ഒരു വിഷയം വളരെ കൈയടക്കത്തോടെ ക്ലാസ് ആയി ചിത്രീകരിക്കുന്നതിൽ സംവിധായകൻ വിനോദ് 100% വിജയിച്ചിരിക്കുന്നു. അതിനൊപ്പം പ്രധാന കഥയെ ഒരു തരത്തിലും മോശമായി ബാധിക്കാതെ തന്നെ നായകന്റെ ആരാധകരെ തൃപ്തിപ്പെടുത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സംവിധായകൻ തന്നെ രചന നിർവഹിച്ച ചിത്രത്തിലെ ഡയലോഗുകൾ ഓരോന്നും ഗംഭീരം ആയിരുന്നു, പ്രത്യേകിച്ച് രണ്ടാം പകുതിയിലെ കോടതി രംഗങ്ങളിൽ. പ്രധാന കഥാപാത്രമായ മാനസികമായി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഭരത് എന്ന വക്കീലായി അജിത് കുമാർ ഈ അടുത്ത കാലത്തെ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ഇത്തരം ഒരു ചിത്രം ചെയ്യാൻ അദ്ദേഹം കാട്ടിയ ധൈര്യത്തിന് ഒരു വലിയ കയ്യടി. കോടതി രംഗങ്ങളിലെ അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറിയും പെർഫോമൻസും ചിത്രത്തെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോയി. സൈക്കോ ആകുന്ന രംഗങ്ങൾ ഒക്കെ രചിത്തിന്റെ അഭിനയ മികവ് കൊണ്ടും സംവിധാന മികവ് കൊണ്ടും ഗംഭീരമായി. പതിവ് പോലെ ബൈക്ക് ജീപ്പ് രംഗങ്ങളിലും ഫൈറ്റ് സീനുകളിലും അദ്ദേഹം സ്കോർ ചെയ്യുന്നു. പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ശ്രദ്ധ സീന, ആൻഡ്രിയ അഭിരാമി എന്നിവർ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. മറ്റു വശങ്ങളിൽ എത്തിയ വിദ്യാബാലൻ, ദില്ലി ഗണേശൻ, രംഗരാജ് പാണ്ഡെ, മലയാളികളായ സുജിത് ശങ്കർ, ദിനേശ് പ്രഭാകർ എന്നിവരൊക്കെയും നല്ല പ്രകടനം കാഴ്ചവെച്ചു. യുവൻ ശങ്കർ രാജയുടെ സംഗീതം പതിയെ നീങ്ങിയ ചിത്രത്തിലെ ഉദ്വേഗം കൂട്ടാൻ സഹായിച്ചിട്ടുണ്ട്. സൈലൻസ് യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് അദ്ദേഹം അതും കൃത്യമായി ചെയ്തിട്ടുണ്ട്. നീരവ് ഷായുടെ ഫ്രെയിമുകളൊക്കെ കുറവുകൾ പറയാനില്ലാത്ത വിധം മികച്ചതായി. മൊത്തത്തിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു മികച്ച ക്ലാസ് ചിത്രം. അതാണ് നേർക്കൊണ്ട പാർവൈ.